പച്ചപ്പരവതാനിയിൽ വിരിഞ്ഞ കൂൺ മുകുളങ്ങൾ പോലെ കോളേജ് മുറ്റത്തെ ഫൈക്കസ് മരങ്ങൾ. കൊട്ടാരമുറ്റത്തിന്റെ ഹൃദയഭാഗത്ത് നീർച്ചിരി തൂകുന്ന ജലധാര. വർണ്ണമനോഹരമായ ഹ്രസ്വകാല പുഷ്പികൾക്കു നടുവിലായി ബുദ്ധന്റെ ചിരിക്കുന്ന പ്രതിമ. എന്നിങ്ങനെ കോളേജിലെ ഉദ്യാനത്തിന് മനോഹരമായി രൂപകൽപ്പന നൽകിയതും പരിചരണം നൽകി വരുന്നതും ഇവിടത്തെ പോമോളജി ആൻഡ് ഫ്ലോറികൾച്ചർ വിഭാഗമാണ്. ഉദ്യാന രൂപകൽപ്പന, പുൽത്തകിടികളുടെ നിർമ്മാണം, കൂടാതെ വിവിധ ഇനം അലങ്കാരച്ചെടികൾ, പൂച്ചെടികൾ എന്നിവയുടെ പരിപാലനം, സംരക്ഷണം എന്നീ ശാഖകളിൽ കർഷകർക്ക് പരിശീലനം, പുസ്തകരചന എന്നിവയ്ക്ക് നേതൃത്വം നൽകി വരുന്നു. ഇതുകൂടാതെ പൂച്ചെടികളുടെ പ്രദർശനം, VHSC വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം, വെട്ടുപൂക്കളുടെ വൻതോതിലുള്ള ഉൽപാദനത്തിലുള്ള ഗവേഷണങ്ങൾ എന്നിവയും നടത്തിപ്പോരുന്നു. വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തുകൾ, തൈകൾ മുതലായവ കാലാനുസരണം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയാണ് ഈ കോളേജിലെ ഒലറികൾച്ചർ വിഭാഗത്തിന്റെ പ്രധാന ലക്ഷ്യം. പച്ചക്കറികളുടെ വിത്തുൽപാദനം, തൈ ഉൽപാദനം, സംസ്കരണം, വിപണനം എന്നിവയും ഇവിടെ നടന്നുവരുന്നു. ശീതകാല പച്ചക്കറികളായ ക്യാബേജിന്റെയും കോളിഫ്ലവറിന്റെയും തൈകൾ ഇവിടത്തെ വിപണന കേന്ദ്രത്തിൽ ലഭ്യമാണ്. പയറിനമായ വെള്ളായണി ജ്യോതിക, തക്കാളി ഇനമായ വെള്ളായണി വിജയ്, മുളകിനങ്ങളായ വെള്ളായണി തേജസ്, വെള്ളായണി അതുല്യ, വെള്ളായണി സമൃദ്ധി എന്നിവ ഈ വിഭാഗത്തിന് കീഴിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ളവയാണ്. തോട്ടവിളകളെയും സുഗന്ധവ്യഞ്ജനങ്ങളെയും പറ്റി ഗവേഷണം, അധ്യാപനം എന്നിവ നടപ്പാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് സ്പൈസസ് ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാന ഡിപ്പാർട്ട്മെൻറ്റായ ഹോർട്ടിക്കൾച്ചറിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി 4 ഡിവിഷനുകൾ 1993 രൂപപ്പെടുത്തി. അതിൽ ഒന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് സ്പൈസസ്. ഇവിടെ ഞങ്ങൾ കേരളത്തിലെ പ്രധാന തോട്ടവിളകളുടെയും സുഗന്ധവിളകളുടെയും ഔഷധ സസ്യങ്ങളുടെയും പഠനവും ഗവേഷണവും വിജ്ഞാന വ്യാപനവുമാണ് നടത്തുന്നത്. പിന്നെ ഞങ്ങളുടെ ഗവേഷണ ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തോട്ടവിളകളും സുഗന്ധവിളകളിലും ഔഷധ സസ്യങ്ങളിലുമാണ് ഗവേഷണം നടത്തുന്നത്. അതിൻ്റെ ഒത്തിരി ഗവേഷണ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പഴയ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് കണ്ടെത്തുകയും അതിൻ്റെ കൃഷി രീതികൾ കുട്ടികളിലും കർഷകരിലും എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. കുട്ടികളെ ഞങ്ങളത് ഡ്യൂപ്ലിക്കേറ്റ് കസ്തൂരി മഞ്ഞളും ഒറിജിനൽ കസ്തൂരി മഞ്ഞളും എങ്ങനെ തിരിച്ചറിയാമെന്നെല്ലാം അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുള്ള പ്രാധാന്യം ഉൾക്കൊണ്ട് നിലവിൽ വന്ന വിഭാഗമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസസിംഗ് ടെക്നോളജി. ഭക്ഷ്യ സംസ്കരണത്തിലൂടെ ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, ഗുണനിലവാര വർധന എന്നിവ സാധ്യമാക്കുവാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള പഠനങ്ങളും ഗവേഷണങ്ങളുമാണ് ഇവിടെ പ്രധാനമായും നടന്നുവരുന്നത്. പച്ചക്കറികളും പഴങ്ങളും വാണിജ്യാടിസ്ഥാനത്തിൽ സംസ്കരിക്കുന്നതിനായി ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അച്ചാറുകൾ, വൈൻ, ജാം, ജെല്ലി, നേന്ത്രക്കായ് ചിപ്സ് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നു. മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിനു കീഴിൽ ഒരു വാല്യൂ അഡിഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷ, പോഷകഗുണമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി വിവിധ പ്രായത്തിലുള്ളവർക്കായി ഭക്ഷണക്രമം ചിട്ടപ്പെടുത്തുക, പോഷകക്കുറവ് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയുള്ള പഠനം എന്നീ മേഖലകളിലാണ് ഹോം സയൻസ് വിഭാഗം പ്രധാനമായും ഗവേഷണങ്ങൾ നടത്തുന്നത്. കാർഷിക വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെയും
കീടങ്ങളെ നശിപ്പിക്കുവാൻ സഹായിക്കുന്ന മിത്രകീടങ്ങളെയും കുറിച്ചുള്ള പഠനവും ഗവേഷണവും ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നു. അഖിലേന്ത്യാ തേനീച്ച ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി ഇവിടെ കർഷകർക്ക് തേനീച്ച വളർത്തലിൽ പരിശീലനം നൽകി വരുന്നു. കേരള കാർഷിക സർവകലാശാലയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന അഖിലേന്ത്യാ സംയോജിത തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രം വെള്ളായണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഇന്ത്യൻ തേനീച്ച അഥവാ ഞൊടിയൽ തേനീച്ച എന്ന് അറിയപ്പെടുന്ന എപ്പിസെറാന ഇൻഡിക്കയെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഗവേഷണമാണ് നടത്തുന്നത്. തേനീച്ചകളുടെ പരിപാലന മുറകളും ഈ തേനീച്ച ഉപയോഗിച്ച് നമ്മുടെ കാർഷിക വിളകളുടെ വിളവ് വർധനവിന് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതും ഇത്തരം തേനീച്ചകൾ അവയുടെ കൂട്ടിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന പൂമ്പൊടി അത് ഏത് സസ്യങ്ങളിൽ നിന്ന് ആണെന്ന് തിരിച്ചറിയുക എന്നീ ഗവേഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചെറുതേനീച്ച കൃഷിയും ഇപ്പോൾ വ്യാപകമായി വരുന്നുണ്ട്. വെള്ളായണി ഇതിൻ്റെ ഒരു നോഡൽ സെൻ്ററായി അറിയപ്പെടുന്നുണ്ട്. കീടനിയന്ത്രണത്തിൽ ജൈവ കീടനാശിനികളുടെ സാധ്യതകളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്ന വിഭാഗമാണിത്. വിളകളെ ബാധിക്കുന്ന ഒട്ടനവധി ശത്രുകീടങ്ങളുണ്ട്. കീടനിയന്ത്രണത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന മിത്രകുമിളുകളാണ് ബിവേറിയ ബെസിയാന, ലീക്കാനിസില്യം ലീക്കാനി, മെറ്റാറൈസിയം അനൈസോപ്ലിയ എന്നിവ. എൻഡമോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ബയോകൺട്രോൾ ലബോറട്ടറിയിൽ ഈ മിത്രകുമിളുകളെ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകി വരുന്നുണ്ട്. ഈ മിത്രകുമിളുകൾ ഉപയോഗിച്ച് പച്ചക്കറികളുടെയും വാഴ, തെങ്ങ് തുടങ്ങിയവയെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കളെയും നീരൂറ്റു പിടിക്കുന്ന കീടങ്ങളെയും ഫലപ്രദമായി നിയന്ത്രിക്കാവുന്നതാണ്. ഈ ജൈവ കീടനാശിനികൾ കാർഷിക കോളേജിലെ സെയിൽസ് കൗണ്ടറിൽ കൂടെ കർഷകർക്ക് വിതരണം ചെയ്യുന്നു. അഖിലേന്ത്യാ നിമാവിര ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി വിവിധയിനം നിമാവിരകളെ നിയന്ത്രിക്കുവാനുള്ള ഗവേഷണം ഈ വിഭാഗത്തിൽ നടപ്പാക്കുന്നു. കാർഷിക വിളകളെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ചും അവയ്ക്ക് കാരണമാകുന്ന വിവിധ സൂക്ഷ്മാണുക്കളെക്കുറിച്ചുമുള്ള പഠനവും വിവിധ പരിഹാര മാർഗങ്ങൾക്കായുള്ള ഗവേഷണങ്ങളും കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റ് പത്തോളജി. ഇവിടെ വൈറസ് രോഗവിമുക്ത വാഴത്തൈകൾ ടിഷ്യൂ കൾച്ചർ വഴി ലഭ്യമാക്കുന്നു. കൂടാതെ ജൈവിക കുളവാഴ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഗവേഷണവും നടക്കുന്നു. അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി വിവിധയിനം ഭക്ഷ്യയോഗ്യമായ കൂണുകളുടെ ഉൽപാദനം, കൂൺ കൃഷി എന്നിവയെപ്പറ്റി പഠനങ്ങൾ, ഗവേഷണങ്ങൾ എന്നിവ ഈ വിഭാഗത്തിൽ നടക്കുന്നു. കർഷകർക്കായി കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട് അനവധി പരിശീലനങ്ങളും നൽകുന്നു. തെങ്ങ്, നെല്ല്, പച്ചക്കറികൾ മുതലായ പ്രധാനപ്പെട്ട ചെടികൾക്ക് വരുന്ന സസ്യരോഗങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടന്നു വരുന്നു. ഇവയുടെ ഗവേഷണ ഫലങ്ങൾ നമ്മൾ കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതിൽ പ്രധാനമായിട്ടും ഇപ്പം നോക്കുന്ന പരിസ്ഥിതിക്ക് കുഴപ്പങ്ങൾ വരാത്ത രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. കൂടാതെ കൂണുകളെക്കുറിച്ച് ഒരു രാഷ്ട്രതലത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഇവിടെ നടന്നു വരുന്നു. ഓൾ ഇന്ത്യ കോഓർഡിനേറ്റഡ് മഷ്റൂം ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. വെള്ളായണി കാർഷിക കോളേജ് സ്ഥാപിതമായ വർഷം മുതൽ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജനറ്റിക്സ്. 1979 അഗ്രികൾച്ചറൽ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിഭജിച്ച് ആണ് പ്ലാന്റ് ബ്രീഡിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമായത്. ആ ജനറ്റിക്സ് വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 1995 ഡിപ്പാർട്ട്മെന്റ് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റായി പുനർനാമകരണം ചെയ്തു.
വിവിധ വിളകളിൽ മെച്ചപ്പെട്ട ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയ ഗവേഷണ പ്രവർത്തനങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നു വരുന്നത്. ഇവയിൽ ധാന്യ വിളകൾ, എണ്ണക്കുരു വിളകൾ, പച്ചക്കറി വിളകൾ, അലങ്കാര ചെടികൾ എന്നിവ ഒക്കെ ഉൾപ്പെടുന്നു. ഈ വിളകളിലായി 38 മെച്ചപ്പെട്ട ഇനങ്ങൾ വികസിപ്പിച്ച് ശുപാർശ ചെയ്യാനായി എന്നുള്ളതാണ് അഗ്രികൾച്ചർ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. സസ്യങ്ങളിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സമകാലികമായ കാർഷിക പ്രശ്നങ്ങളെ വിലയിരുത്തി പരിഹാരം കാണുന്നതിനുമായാണ് ക്രോപ്പ് ഫിസിയോളജി വിഭാഗം സ്ഥാപിതമായത്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് കർഷകർക്കും കൃഷി വികസന ഏജൻസികൾക്കും ഒരു പ്രത്യേക കൺസൾട്ടിംഗ് സെൻ്ററായി പ്രവർത്തിച്ചു വരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, സ്ട്രെസ് ഫിസിയോളജി, തെർമോസെൻസിറ്റീവ് മെയിൽ സ്റ്റെറിലിറ്റി തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ ഗവേഷണങ്ങൾക്കാവശ്യമായ ആധുനിക സജ്ജീകരണങ്ങളും മോളിക്കുലാർ ഫിസിയോളജി പഠനത്തിനാവശ്യമായ ഉപകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ക്രമീകരിക്കുന്നതിനും വിവിധ സെൻസറുകളുടെ സഹായത്തോടെ സസ്യങ്ങൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ആവശ്യമായ ഓപ്പൺ ടോപ്പ് ചേംബർ ഫെസിലിറ്റിയും ലഭ്യമാണ്. RGCB, CTCRI, CPCRI തുടങ്ങിയ വിവിധ നാഷണൽ ഏജൻസികളുമായി പ്രത്യേകമായ ഗവേഷണ പദ്ധതികളിൽ സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഗവേഷണത്തിനും പ്ലാന്റ് ഫിസിയോളജിക്കൽ എഡ്യൂക്കേഷനുമുള്ള ഒരു നാഷണൽ സെൻറ്റർ ഓഫ് എക്സലൻസായി ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉയർത്തുന്നതിന് വേണ്ടി നാം കൂട്ടായി പരിശ്രമിച്ചു വരുന്നു. വിളകളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അവയുടെ ഗുണനിലവാരം ഉറപ്പാക്കുക, കൂടാതെ ഔഷധ സസ്യങ്ങളുടെയും അലങ്കാര ചെടികളുടെയും വളർച്ച ത്വരിതപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്ലാന്റ് ബയോടെക്നോളജി വിഭാഗം സ്ഥാപിതമായത്. ജൈവ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുവാനായി ഈ കോളേജിൽ ഒരു ഇന്റഗ്രേറ്റഡ് ബയോടെക്നോളജി സെന്റർ പ്രവർത്തിക്കുന്നു. ഈ വിഭാഗം വിദ്യാർത്ഥികൾക്കായി 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സുകൾ നൽകുന്നുണ്ട്. കാർഷിക സർവകലാശാലയ്ക്ക് അനവധി ശാസ്ത്രപരമായ നേട്ടങ്ങൾ സമ്മാനിച്ച ഒരു വിഭാഗമാണ് സൂക്ഷ്മാണു സാങ്കേതിക വിദ്യാ കേന്ദ്രം അഥവാ സെന്റർ ഫോർ മൈക്രോബിയൽ ടെക്നോളജി. ജൈവിക നിയന്ത്രണത്തിനും ജൈവ കൃഷിക്കും പിന്തുണയേകിക്കൊണ്ട് ഇവിടെ വികസിപ്പിച്ച 2 സൂക്ഷ്മാണു മിശ്രിതങ്ങളാണ് PGPR മിക്സ് 1, PGPR മിക്സ് 2 എന്നിവ. ഇവ കൂടാതെ സ്യൂഡോമോണാസ്, ബിവേറിയ തുടങ്ങിയ സൂക്ഷ്മാണുക്കൾ ഇവിടെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ഈ വിഭാഗത്തിന് കീഴിലുള്ള വിപണന കേന്ദ്രം വഴി വിൽക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസൃതമായി ചെയ്യേണ്ട കൃഷിരീതികളെ പറ്റിയുള്ള പഠനമാണ് മെറ്റീരിയോളജി വിഭാഗത്തിൽ നടക്കുന്നത്. കൂടാതെ കർഷകർക്കായി കാലാവസ്ഥാ വിവരങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, ന്യൂസ് ലെറ്റർ എന്നീ മാധ്യമങ്ങൾ വഴി യഥാസമയം നൽകുന്നു. ഈ വിഭാഗത്തിന് കീഴിലായി കാലാവസ്ഥാ നിരീക്ഷണത്തിനു വേണ്ടി വിവിധ കാലാവസ്ഥാ പഠനോപകരണങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു നിരീക്ഷണ കേന്ദ്രവും പ്രവർത്തിക്കുന്നു. കാർഷിക വിദ്യാഭ്യാസ രംഗത്തും കാർഷിക ഗവേഷണ മേഖലയിലും കാർഷിക സർവകലാശാലയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ ഉന്നത നിലവാരമാണെന്നുള്ളത്. ഇത് നിലനിർത്തുവാൻ വേണ്ടുന്ന വിധത്തിൽ കാർഷിക ഗവേഷണത്തെ ഏകോപിപ്പിക്കുക എന്നതാണ് ഈ ഓഫീസിൻ്റെ പ്രധാന പ്രവർത്തനം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ വ്യത്യസ്ത കൃഷി സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഓരോ വ്യത്യസ്ത പ്രദേശങ്ങളിലെയും കാർഷിക വിളകളുടെ ഉൽപാദനക്ഷമത, രോഗകീട പ്രതിരോധ പ്രവർത്തനം ഇവ മെച്ചപ്പെടുത്തുവാൻ ഉതകുന്ന ഗവേഷണ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതും ഈ ഓഫീസിൻ്റെ ഒരു പ്രധാന പ്രവർത്തന മേഖലയാണ്.
കർഷകരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിന് സഹായകമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക, അതിനായുള്ള അടിസ്ഥാനപരവും അവലംബപരവുമായിട്ടുള്ള ഗവേഷണ പദ്ധതികൾ വികസിപ്പിക്കുക എന്നതും നമ്മൾ ചെയ്യുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ കാര്യപ്രാപ്തി പ്രാദേശിക അടിസ്ഥാനത്തിൽ പരിപോഷിപ്പിക്കുവാനും കൃഷിയിലും മറ്റ് പാരിസ്ഥിതിക മേഖലകളിലും ഗവേഷണങ്ങൾ നടത്തുവാനുമായാണ് വെള്ളായണി കാർഷിക കോളേജ് ആസ്ഥാനമാക്കി ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. കേരളത്തിന്റെ തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നിവ ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസിന് സാക്ഷ്യം വഹിച്ച ദേശീയ നിലവാരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇൻഡോർ സ്റ്റേഡിയം വെള്ളായണി കാർഷിക കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന് കീഴിലാണ്. ഈ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ വിവിധ കായിക ഇനങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി പരിശീലനം നൽകി വരുന്നു. ഇവിടെയുള്ള വിശാലമായ മൈതാനത്ത് എല്ലാ വർഷവും ധാരാളം കായിക മത്സരങ്ങൾ നടത്താറുണ്ട്. കായിക രംഗത്ത് നിരവധി പ്രതിഭാശാലികളെ സംഭാവന ചെയ്ത അയ്യങ്കാളി മെമ്മോറിയൽ കായിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് വെള്ളായണി കാർഷിക കോളേജിന്റെ മതിൽക്കെട്ടുകൾക്കുള്ളിലാണ്. വെള്ളായണി കാർഷിക കോളേജിന്റെ ഒരു പ്രധാന ആകർഷണമാണ് 27 നക്ഷത്രങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് 27 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള നക്ഷത്രവനം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനും മത്സര പരീക്ഷകൾക്കും മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഒരു കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ ഈ കോളേജിലുണ്ട്. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാൻ വേദിയൊരുക്കുന്ന ഒരു ആംഫി തിയേറ്ററും സൗഹൃദ സദസ്സുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഫ്രണ്ട്സ് കോർണറും കോളേജിലുണ്ട്. കൃഷിശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രമുഖ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ക്രമീകരിച്ചിട്ടുള്ള വിശാലമായ ഒരു ലൈബ്രറി കോളേജിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ ലൈബ്രറിയിൽ ഇന്റർനെറ്റ് സൗകര്യം തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ്. കൂടാതെ ബുക്ക് ബാങ്ക് സ്കീം എന്ന പദ്ധതിയിലൂടെ പാഠ്യപുസ്തകങ്ങൾ പകുതി വിലയ്ക്ക് ലഭിക്കുന്നതാണ്. കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾക്ക് താമസിക്കുവാനായി 3 ഹോസ്റ്റലുകൾ ക്യാമ്പസിനകത്ത് ഒരുക്കിയിരിക്കുന്നു. വിവിധ പരിശീലന പദ്ധതികൾക്ക് കോളേജിലെത്തുന്ന കർഷകർക്കും മറ്റ് വിദ്യാർത്ഥികൾക്കും തങ്ങുവാനായി ഒരു ട്രെയിനിംഗ് ഹോസ്റ്റലും ഇവിടെയുണ്ട്. കാർഷിക കോളേജിലെ അധ്യാപകർക്കും മറ്റ് ജോലിക്കാർക്കും താമസിക്കുവാനായി ഫ്ളാറ്റുകളും ക്വാർട്ടേഴ്സും ക്യാമ്പസിനകത്ത് സജ്ജമാക്കിയിരിക്കുന്നു. അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുവാനായി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്റ്റോറും ഇതുകൂടാതെ 2 ഭക്ഷണശാലകളും കോളേജിനകത്ത് പ്രവർത്തിക്കുന്നു. പ്രകൃതിയുടെ ക്യാൻവാസിൽ പകർത്തിയ ഒരു മനോഹര ചിത്രം പോലെയാണ് കാർഷിക കോളേജിനുള്ളിലെ കൊച്ചുകോവളം എന്ന് വിളിപ്പേരുള്ള വെള്ളായണി കായലിനോട് ചേർന്ന മനോഹരമായ ഉദ്യാനം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചതുപ്പുനില നെൽകൃഷിക്ക് കേന്ദ്ര ധനസഹായം. സംസ്ഥാന ക്ഷീരസംഗമം കോലഞ്ചേരിയിൽ. കേരളത്തിലെ നാടൻ മത്സ്യങ്ങൾ വംശനാശ ഭീഷണിയിൽ.
വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന 600 ഹെക്ടർ ചതുപ്പു നിലങ്ങളിൽ നെല്ല് വിളയിക്കാൻ 25 കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ അനുവദിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുക, പരമ്പരാഗത കൃഷിരീതി തിരികെ കൊണ്ടുവരിക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനു പുറമെ 4 വർഷത്തേക്കാണ് 25 കോടി രൂപയുടെ ധനസഹായം. 13ാമത് ലോക സുഗന്ധവ്യഞ്ജന കോൺഗ്രസ് ഈ മാസം 27-ന് അഹമ്മദാബാദ് ഗുജറാത്ത് യൂണിവേഴ്സിറ്റി കൺവെൻഷൻ സെന്ററിൽ ആരംഭിക്കും. 30-ലധികം രാഷ്ട്രങ്ങളിൽ നിന്നും 75ഓളം വ്യാപാര ഇറക്കുമതി സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ഫെബ്രുവരി 29-ന് കോൺഗ്രസ് സമാപിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ 10,000-ഓളം ക്ഷീരകർഷകരും പ്രതിനിധികളും പങ്കെടുക്കുന്ന സംസ്ഥാന ക്ഷീര സംഗമവും ഡയറി എക്സ്പോയും ഈ മാസം 25-26 തീയതികളിൽ എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ സംഘടിപ്പിക്കുന്നു. ക്ഷീരകർഷകർക്കു പുറമെ ദേശീയ ക്ഷീര ബോർഡിലെ ഉദ്യോഗസ്ഥർ, സാങ്കേതിക വിദഗ്ധർ, സംരംഭകർ, ക്ഷീരോൽപ്പന്ന നിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞർ, സർക്കാർ ഇതര സംഘടനാ പ്രതിനിധികൾ, ക്ഷീരസംഘ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര കാർഷിക കോളേജിൽ വികസിപ്പിച്ച KPCH1 എന്ന ഹൈബ്രിഡ് കക്കിരി ഇനം പോളി ഹൌസിന് അനുയോജ്യമാണ്. 10 സെന്റ് വിസ്തൃതിയുള്ള പോളി ഹൌസിൽ നിന്നും ഈ സങ്കര ഇനം 5 ടണ്ണോളം വിളവ് നൽകും. കടും പച്ച നിറത്തിലുള്ള കായ്കൾക്ക് 24 സെന്റിമീറ്റർ നീളവും 220 ഗ്രാം തൂക്കവും ഉണ്ടാകും. KPCH1ന്റെ വിത്തുകൾ കാർഷിക സർവകലാശാലയിൽ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ ഇനി പറയുന്നു: 0487 2 438 482. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0487 2 438 482. കേരളത്തിലെ നാടൻ മത്സ്യസമ്പത്ത് കുറഞ്ഞു വരുന്നതായി കേരള സമുദ്ര പഠന സർവകലാശാല കണ്ടെത്തി. പശ്ചിമഘട്ട നിരകളിലും ഉൾനാടൻ ജലാശയങ്ങളിലും ധാരാളം കണ്ടുവന്നിരുന്ന വരാൽ, ചേറ്റുമീൻ തുടങ്ങിയ നാടൻ മത്സ്യങ്ങൾ വംശനാശ ഭീഷണിയിലാണ്. വാണിജ്യ പ്രാധാന്യമുള്ളതും വംശനാശം നേരിടുന്നതുമായ വരാൽ, കരിപ്പിടി, കൂരൽ, കുയിൽ, മണക്കൂരി, പരലുകൾ, ചോരകണിയാൻ, കാരി, മൂഷി തുടങ്ങിയ നാടൻ മത്സ്യയിനങ്ങളുടെ പ്രജനന സാങ്കേതിക വിദ്യ പ്രചരിപ്പിച്ചു വരികയാണ് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 8,500 രൂപ, കോഴിക്കോട് 8,800 രൂപ, തൃശൂർ 8,400 രൂപ, കൊപ്ര കൊച്ചി 5,820 രൂപ, കോഴിക്കോട് 5,800 രൂപ, തൃശൂർ 5,850 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 60,700 രൂപ, കുരുമുളക് ഗാബിൾഡ് 63,700 രൂപ, ചുക്ക് മീഡിയം 16,750 രൂപ, ബെസ്റ്റ് 18,250 രൂപ, മഞ്ഞൾ സേലം 11,100 രൂപ, ഈറോഡ് 11,300 രൂപ. അടയ്ക്ക പഴയത് 25,500 രൂപ മുതൽ 26,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 8,800 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 9,100 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 8,800 രൂപ, RSS 4 ഗ്രേഡ് 9,100 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിന്റലിന് 8,500 രൂപ, കൊപ്ര 5,820 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 60,700 രൂപ, ഗാബിൾഡ് 63,700 രൂപ, ചുക്ക് മീഡിയം 16,750 രൂപ, ബെസ്റ്റ് 18,250 രൂപ. അടയ്ക്ക പുതിയത് 20,000 രൂപ മുതൽ 22,500 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 രൂപ മുതൽ 220 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 380 രൂപ മുതൽ 400 രൂപ വരെ. ജാതിപത്രി 650 രൂപ മുതൽ 925 രൂപ വരെ. ഗ്രാമ്പു 775 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 8,800 രൂപ, RSS 4 ഗ്രേഡ് 9,100 രൂപ, ഒട്ടുപാൽ 6,000 രൂപ, ലാറ്റക്സ് 7,400 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് സംഭരിക്കാൻ ആഭ്യന്തര വ്യാപാരികൾ ഉത്സാഹിച്ചതോടെ കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് 63,700 രൂപയായി ഉയർന്ന് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചു. കേരളത്തിലും കർണാടകത്തിലും വിളവെടുപ്പ് നടക്കുന്നതിനാൽ ചെറുകിട വിപണികളിൽ പുതിയ കുരുമുളക് കൂടുതലായി എത്തി. ശിവരാത്രി വേളയിലെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഉത്തരേന്ത്യക്കാർ ചരക്ക് സംഭരിക്കുന്നുണ്ട്. റബ്ബർ ഓഫ് സീസൺ മുൻനിർത്തി ടയർ കമ്പനികൾ ഷീറ്റ് സംഭരണ രംഗത്ത് തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പിലാണ്. കോട്ടയത്തും കൊച്ചിയിലും മാത്രമല്ല മലബാർ മേഖലകളിലും പുതിയ റബ്ബർ ഷീറ്റിന് ക്ഷാമം നേരിട്ടു.
മാർച്ചിന് മുമ്പായി പരമാവധി ചരക്ക് കൂടുതൽ ശേഖരണത്തിലേക്ക് നീക്കുകയാണ് വ്യവസായികളുടെ ലക്ഷ്യം. ഉൽപാദന മേഖലയിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ മൊത്തം 68 ടൺ ചരക്കിന്റെ ഇടപാടുകൾ നടന്നു. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 906 രൂപ വരെ ഉയർന്നു. ശരാശരി ഇനങ്ങൾ 592 രൂപയിലാണ്. ഏലക്കയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ കയറ്റുമതിക്കാർ രംഗത്ത് സജീവമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ വ്യവസായികൾ കൊപ്ര സംഭരണം കുറച്ചു. അതേസമയം പ്രാദേശിക ഡിമാൻഡിൽ വെളിച്ചെണ്ണ വില ഉയർന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4. കോഴിക്കോട് 36.2, 25.5. കൊച്ചി 32.8, 23.4. ആലപ്പുഴ 34, 23.1. പുനലൂർ 35.6, 22. തിരുവനന്തപുരം 33.8, 24.9 ഡിഗ്രി സെൽഷ്യസ്.